എന്തിനു നോച്ചത്? ചിരിച്ചതാ? തുമ്മപ്പെണ്ണെ വായോടി. ലിജി രാവിലെ ഭയങ്കര സങ്കടത്തിലാണ് എന്ന് ഞാൻ വെറുതെ പറയാണ്. സങ്കടമൊന്നുമില്ല. നീ വീഡിയോ എടുക്കണ്ടടാ, ഇന്ന് ഞാൻ വീഡിയോയിൽ വരില്ല എന്ന് പറഞ്ഞിട്ട് മുഖം തപ്പിരുന്ന കേട്ടോ. ഞാൻ പറഞ്ഞു എൻ്റെ മുടിയൊക്കെ അലമ്പായിട്ടിരിക്കുക, അതുകൊണ്ട് എന്നെ രസമില്ല, ഞാൻ നിന്നെ എടുക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു നിന്നെ ആകുമ്പോൾ കുഴപ്പമില്ല, നിന്നെക്കുറിച്ച് ആൾക്കാർക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലിജി പിണങ്ങിയതാണ് കേട്ടോ. അപ്പുറത്തെ അമ്മയും അച്ഛനും കൂടെ മുട്ടൻ പാചകം കേട്ടോ. അപ്പം എല്ലാരും എന്നിൽ പ്രതീക്ഷിക്കുന്നില്ലാത്തോണ്ട് വരണ്ടല്ലോ അല്ലേ? ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ, ലിജിനെയാണ് താരം. വന്ന് കിടക്കും, വീണ്ടും വിളിക്കും. കുറ്റം പറയാൻ എന്തിനാന്ന് എന്നോട് ചോദിച്ചേ? കരിമീൻ കറിയും വെക്കുക, എനിക്ക് വേണ്ടി വറക്കുകയും ചെയ്യുക. അപ്പം ഞാൻ ലിജീനെ ഇവിടെ ഇരുത്തിയിട്ട് അഞ്ചാലുംമൂട് ഒരു സ്ഥലത്ത് വരെ പോകണം. അപ്പം ഞാൻ ഒരു സ്ഥലം വരെ പോകട്ടോ. ലിജി എൻ്റെ കൂടെ വരേണ്ടതാണെന്ന്. പെട്ടെന്ന് വരും കേട്ടോ. നമ്മുടെ അഞ്ചാലുംമൂട് എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടുത്തെ ഒരു 6 കിലോമീറ്റർ 7 കിലോമീറ്ററേ ഉള്ളൂ. ബസ്സിനാണ് പോകണം കേട്ടോ. നമുക്ക് അവിടെ ഒരു കൊറിയർ വന്നിരിപ്പുണ്ട്. അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു വല വന്നതാണ് കേട്ടോ. അതെടുക്കാൻ വേണ്ടി പോവാണ് ഞാൻ. ഹലോ ലിജി. പിന്നെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് മുറ്റത്ത് നമ്മളൊരു സംഗതി പണിയുന്നുണ്ട്. നമുക്ക് ഇല്ല മറ്റേ സാധനം വാങ്ങിക്കാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഫുള്ള് പൈസ റെഡി ആയില്ല. അതുകൊണ്ട് തന്നെയല്ല, നമ്മൾ കരുതി വെറുതെ എന്തിനാ അത് ഒരു പൈസ വേസ്റ്റ് ഓഫ് മണിയാണെന്ന് തോന്നും. നമ്മുടെ വീട്ടിൽ മുള കിടപ്പുണ്ട് അല്ലേ? മുള കിടപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. അളിയൻ അവിടുന്ന് കൊണ്ടുവന്ന മുളയാണ് കേട്ടോ. ഒരുപാടുണ്ട് കേട്ടോ മുള. വെള്ളം കയറി നമ്മൾ ചെറിയ മെറ്റിലൊക്കെ അടിച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? ഈ മുള വെച്ചിട്ട് ലിജിക്കൊരു നാടൻ പാരൽ ബാർ ഉണ്ടാക്കാൻ ഒരുപാട് നാളായിട്ട് പ്ലാൻ ഉണ്ട് കേട്ടോ. ഇത്രയും സ്പേസിലായിട്ടൊരു നാടൻ പാരൽ ബാർ ഉണ്ടാക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. പക്ഷേ അതിൽ മഴയും വെള്ളം ആയതുകൊണ്ട് നമ്മൾ മാറ്റി ചോദിക്കും. ഇപ്പോൾ എന്തായാലും മഴയില്ല. അതുകൊണ്ട് നമ്മുടെ ഈ കല്ലൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഇങ്ങനെ ക്രോസിലൂടെ ഒരു പാരൽ ബാർ, നമുക്ക് നാടൻ പാരൽ ബാർ പണിയാൻ നിർത്തി. അപ്പോൾ അത് വന്നിട്ടാണ് കേട്ടോ അത് പണി ഞാൻ. അപ്പോൾ അതുകൊണ്ട് പോകുന്നതിന് മുന്നേ വെജിക്കൊച്ചിനെ അത് കാണിച്ചാൽ. അപ്പോൾ വല വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ടെസ്റ്റിംഗ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് അത് വല വീശുന്ന വല ലലിജി. അപ്പോൾ ഞാൻ പോയിട്ടോട്ടെ. പോകുന്നതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. ലലിജി എന്ന് പറഞ്ഞേ പോയിട്ട് വരാം. എനിക്ക് പോകാൻ പറ്റില്ല. വരാൻ പറ്റില്ല കേട്ടോ. ബസ്സിനാണ് പോകുന്നത്. അതുകൊണ്ട് എന്താ കറി റെഡിയാ? അപ്പോൾ ഞാൻ ചോറ് കഴിച്ചിട്ട് ഒരുപാട് ദിവസം കേട്ടോ. ജീപ്പിനോ? അതാകുമ്പോൾ അതിന് വരാലോ. അത് ഞാനൊരു ഓട്ടോയ്ക്ക് മേടിച്ചോളാം. വേണ്ട, നീ വണ്ടി എന്തിനാ വെറുതെ അതൊക്കെ ലിജി വണ്ടിയും കൊണ്ട് പോകാൻ എന്നോട് പറയുന്നത്. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഒരാൾ നമ്മുടെ കാറുമായിട്ടല്ലേ സംബന്ധിച്ചാൽ ബൈക്കിൽ എണ്ണ തീർന്നു. ഞാൻ ഇപ്പോൾ പോയതാണ്, രാവിലെ പോയതാണ്. അവിടെ വരെ ചെന്നപ്പോൾ വണ്ടിയുടെ എണ്ണ തീർന്ന് പിന്നെ തിരിച്ചു പോയിരുന്നു ബൈക്കിൻ്റെ. അടുത്ത് പമ്പില്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ലിജി പറഞ്ഞത് കാർ എടുത്തിട്ട് പോകാൻ, നമ്മൾ ജീപ്പ് എടുത്തിട്ട് പോയാൽ എനിക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് അത്രയും ഡീസൽ കത്തിക്കാന്ന് വെച്ചാൽ അത് എനിക്ക് ഇച്ചിരി നമ്മുടെ പ്രകൃതിയോട് ഇച്ചിരി പ്രതിബദ്ധതയുള്ള ഒരാളായതുകൊണ്ട് അത്രയും എമിഷൻ സംഭവിക്കും, പൊല്യൂഷൻ ഉണ്ടാവും. അപ്പം നാടിനെ പൊല്യൂഷൻ്റെ ഭീകരമായൊരവസ്ഥയിലേക്ക് കടത്തിയിടാൻ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഞാൻ നീ എന്തായാലും പോയിട്ടോ, അതിൽ കഥ അടിക്കാം. അതിൽ
പറ പോയി സൗണ്ട് പോയി ആ പറ. കാത്തടിക്കാതെ ഹരികൃഷ്ണനാഥിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ കുഞ്ചാക്കോവൻ്റെ സൗണ്ട് പോലും അതാണ് കലിജിയുടെ സൗണ്ട് ഇടയ്ക്ക് പോകട്ടോ. പിന്നെ പവർ കിട്ടണം. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ആ സൗണ്ട് മൊത്തം സൗണ്ട് പോകും. മൊത്തം പോകും. എന്നാ പിന്നെ സൗണ്ട് ഉണ്ടാക്കിയെടുക്കുക. അതെ. ഞങ്ങളുടെ മീൻ വറുത്ത് എന്തായാലും നോക്കട്ടെ. അതിലും വലിയ കോമഡി വേറെ ഉണ്ടേ. ഇന്നലെ രാത്രി ഞാനും അമ്മയും ശ്രീകുട്ടോടെ മീൻ പിടിക്കാൻ പോയി. അന്നേരം കിട്ടിയ കരിമീനല്ലേ അമ്മ? ഇന്നലെ ഞങ്ങൾ പിടിക്കാൻ പോയ കരിമീനാണ്. പിന്നെ ഇത് കരിമീൻ കറിയോ? തേങ്ങ അരച്ച് വെച്ച കരിമീൻ കറി കേട്ടോ. പക്ഷെ ഇത് കാണുമ്പോൾ എനിക്ക് കൊതിയുണ്ട്. പക്ഷെ ഞാൻ ചോറ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്കിതൊന്നും അത്ര സുഖമായിട്ട് തോന്നില്ല. ഇതൊക്കെ 3 എണ്ണം. അതെ, ഞാൻ എനിക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ ചോറ് കഴിച്ചിട്ട് ഒരുപാട് ദിവസമായി. ചോറ് പൂർണ്ണമായിട്ട് നിർത്തി കേട്ടോ. അതെ അതെ. അപ്പം ഇരിപ്പുണ്ട്. ആർക്കപ്പം? അച്ഛനോ? അച്ഛന് ചോറ് വേണ്ട? അപ്പം കഴിക്കാനൊക്കെ അല്ല ചോറ് കഴിക്കുന്നത്. ഉണക്കമീൻ നല്ല നാടൻ ഉണക്കമീനും ചമ്മന്തി ഉണ്ട് കേട്ടോ. അപ്പം ഈ ചോറ് കഴിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാലേ ഇതിൽ നല്ലത് എന്താ പറയുന്നത്, ഞാൻ പറയുന്നില്ല, ഒരു വല്ലാത്ത അവസ്ഥ. ഇതിക്കെന്താ ചോറ് വേണ്ട, വേണ്ടേ? എന്ത് വേണ്ടേ? റൊട്ടി റൊട്ടി മതിയോ? അല്ലെ ബ്രെഡ് റൊട്ടി മതി. റൊട്ടി അല്ലെ ബ്രെഡ്. ബ്രെഡ്. റൊട്ടി അല്ല ബ്രെഡ് മതി. രുചിക്കത് കേട്ടോ. രുചിക്ക് അങ്ങനെ ചോറ് വേണമെന്നില്ല. പക്ഷെ എനിക്ക് ചോറ് വേണമെന്ന് നിർബന്ധമാണ് കേട്ടോ. പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ ചോറ് പൂർണ്ണമായിട്ട് നിർത്തിയേക്കുക. അപ്പോൾ ഒരു 4 ദിവസത്തോളമായി പൂർണ്ണമായിട്ട് ഞാൻ അരിയാഹാരം നിർത്തിയിട്ട്. ഇല്ലേ ജി? ഞാൻ എല്ലാ ദിവസവും ചപ്പാത്തി, ഉച്ചയ്ക്ക് ചപ്പാത്തി. അതുകൊണ്ട് എനിക്ക് വലിയ വ്യത്യാസമുണ്ട് കേട്ടോ ബോഡിക്ക്. എൻ്റെ ഡ്രസ്സല്ല, പഴയ ഡ്രസ്സെല്ലാം ആയിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തടിയൊക്കെ കൂടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതന്നെയല്ല, എനിക്ക് സർജറി ഉണ്ടല്ലോ. എൻ്റെ ഓപ്പറേഷൻ ആവുന്നതിന് മുമ്പ് എനിക്ക് ഇച്ചിരിയുടെ വെയിറ്റ് കുറച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വരണം, കഴിച്ചിട്ട് പോകാം അല്ലേ? ഇനിയിപ്പോൾ കഴിച്ചിട്ട് പോവാം. അല്ലേ നല്ല വിശക്കും ഞാൻ. അതെ അതെ, ആയിട്ട് കൊടുക്കാം. അപ്പോൾ അതെ, നമ്മുടെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം റൊട്ടി എത്തിയിരുന്നു കേട്ടോ. ഇതൊക്കെ എന്താ പറയുന്നത്, ഇവിടെ ഫുള്ള് നേപ്പാളിലെ വീഡിയോ ഒക്കെ ആണ് കേട്ടോ നമ്മൾ. അപ്പോൾ അവിടെ അവർ റൊട്ടിയൊക്കെ തിന്നാണ് നമുക്കൊരു കൊതി. റൊട്ടി അതിൽ നിന്ന് ഉണ്ടാകുന്ന കേട്ടോ ഈ റൊട്ടിക്കൊതി. ഇത് റൊട്ടിയൊന്നുമല്ല കേട്ടോ, ജസ്റ്റ് കല്ലിൽ വെച്ച് ചപ്പാത്തിക്ക് വെച്ചിട്ടേ കല്ലിൽ വെച്ചിങ്ങനെ പരത്തി ചുട്ടെടുക്കുന്ന കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇച്ചിരി നെയ്യും കൂടെ ഒന്ന് മേളിൽ കൂടെ ഒന്ന് പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഈ ആഫ്രിക്കയിലൊക്കെ ഉണ്ടാകുന്ന ഒരു തരം ചപ്പാത്തി ഉണ്ടല്ലോ ഉണ്ടാക്കുന്നത്, കട്ടി കൂടി ചപ്പാത്തി. അത് ഒരുപാട് ലെയറായിട്ട് അവർ ഇങ്ങനെ പുഴച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത് പക്ഷേ അങ്ങനെയല്ല, ജസ്റ്റ് പരത്തിയെടുത്താൽ ഏകദേശം അതുപോലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ ആ ഒരു നെയ്യുടെയൊക്കെ ഒരു ഇത് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് പിന്നെ ഫുൾ അവർ ഈ പാം ഓയിലിനകത്ത് ഇട്ടിട്ട് കേട്ടോ, അത് സൺഫ്ലവറിനകത്ത് ഇട്ടിട്ടാ. സാർ കഴിക്കും മാഡം. അപ്പം എനിക്ക് പറഞ്ഞാൽ ലിജിക്കുള്ളതോടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് എണ്ണയൊക്കെ തൂത്ത് വെച്ചിട്ട് വന്നതാണ്. അത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഒരു രക്ഷയില്ല, സൂപ്പറാണ് കേട്ടോ. ഒരു രക്ഷയില്ല, സൂപ്പറാണ്. കരിമീനാണ് നിൽക്കുന്നത് കേട്ടോ. കരിമീൻ ഞാനും ശ്രീകുട്ടനും അമ്മയോട് ഇന്നലെ രാത്രി മീൻ പിടിക്കാൻ പോയി പിടിച്ച കേട്ടോ. അമ്മയ്ക്ക് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവത്തെ വശാൽ ശ്രീകുട്ടൻ വീഡിയോ എടുത്തോ, വീഡിയോ ഒന്നും ആ ഒരു ലൈറ്റിൽ കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ വീഡിയോ ഇടാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ അമ്മ എന്തായാലും ഇത് കറി വെക്കുന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ, അമ്മയുടെ ചാനലിൽ. അപ്പോൾ അതിങ്ങനെ മീനൊന്ന് സ്റ്റഫ് ചെയ്തിട്ട് ഇങ്ങനെ ഇതെടുത്തിട്ട് ഈ ഞാൻ വാരി കൊടുക്കുന്ന വേറെ കൊണ്ടല്ല കേട്ടോ, എനിക്കും കഴിച്ചിട്ട് എനിക്ക് കൊല്ലം പോകണം. അപ്പം നല്ല കരിമീൻ കറിയും നല്ല ചപ്പാത്തി ഉണ്ടോ. അപ്പോൾ എനിക്ക് വാരി കൊടുക്കാന്ന് വെച്ചാലേ ഒരെണ്ണം റെഡി ആയിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുകൂടെ ഷെയർ ചെയ്ത് കഴിക്കുന്നതുകൊണ്ടാണ്. മതിയോ? നിൻ്റെ വേണ്ട, ചാറ് വേണ്ട. അപ്പോൾ മറ്റേ റെഡി ആകുമ്പോൾ എനിക്ക് കൊടുത്താൽ കേട്ടോ. ഇതേ കഴിച്ചോളാം. പിന്നെ കരിമീൻ ഫ്രൈ ഉണ്ട്. അപ്പോൾ ലിജിക്ക് കരിമീൻ ഫ്രൈ വേണ്ട. വേണോ?
നിന്റെ അല്ല രുചിക്കുള്ള കേട്ടോ. നോ 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 ഫ്രൈസ്. നല്ല കരിമീനും മീനും കൂട്ടി കഴിക്കാം. കഴിക്കുന്നില്ലേ? ആ അച്ഛനും അപ്പം കഴിക്കും. ചോറ് കഴിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കും അതിവായ കൊതിയുണ്ട്. അപ്പം ഞാൻ ഒന്ന് കഴിക്കട്ടെ. ലിജി വേറെ ആയിട്ടുണ്ട്. ശരി അപ്പം ലിജി ടാറ്റ. അമ്മ ടാറ്റ, മമ്മി ടാറ്റ, പപ്പ ടാറ്റ. പോയിട്ടുണ്ട്. ഓക്കെ ശരി. ഞാൻ അപ്പോൾ നമ്മുടെ പ്ലാനിലൊരു ചേഞ്ച് കേട്ടോ. ബസ് മാറ്റി കാറിൽ തന്നെ പോകട്ടെ. എന്താ വെച്ചാൽ ജങ്കാറില്ല, ഇത് നടക്കാൻ എനിക്ക് വയ്യ. ഒരുപാട് നടക്കണം അപ്പുറത്തൂടെ. മമ്മി 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 ടാറ്റ തന്ന്. എന്തൊരു മമ്മി ടാറ്റ? എന്തായാലും മമ്മി എന്ന് വിളിച്ചാ, മമ്മി എന്ന് വെച്ചാൽ അമ്മയെന്നല്ലേ. ചിരിക്കരുത് കേട്ടോ. ചുമ്മാ ഒരു തമാശ എത്ര കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് വൈകുന്നേരം കാണാം. അങ്ങനെ ദേ ഞാൻ ഒരു യാത്രയിലായിട്ട് തിരിച്ചെത്തി കേട്ടോ. ഈ കിടക്കുന്ന വല വാങ്ങിക്കാൻ വേണ്ടി പോയതാ. ഇത് കൊറിയർ വന്നു. അതിൻ്റെ കവറെന്താ കൊറിയറിൻ്റെ? അങ്ങനെ വേണ്ട. അപ്പോൾ വന്നപ്പോൾ ലിജിക്കൊച്ച് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി, മുഖമൊക്കെ കഴുകി, ഡ്രസ്സൊക്കെ മാറി വന്നു, ചായ കുടിക്കുന്നു. ലിജി ഋത്തുവിനെ കാണാൻ കിഴക്കെ പോട്ടോ. വീശുവല കേട്ടോ. ഞാൻ പണ്ട് സ്ഥിരം വീശുമായിരുന്നു വല കേട്ടോ. അത് നശിച്ചു പോയതാ. അത് പ്രവീണിൻ്റെ. അതിന് മുന്നേ ഒരു വല ഉണ്ടായിരുന്നല്ലോ നമുക്ക്. അത് കീറിപ്പോയി. പക്ഷെ നല്ല മണിയായിരുന്നു. മണിക്ക് ഭയങ്കര വിലയല്ലേ. അതെന്ത് സാധനം? ഈയം ഓറയണോറാ എന്തോലി? ഇതെന്തോരം മുഴുവൻ ഉണ്ടെന്നോ? ഇത് 10 അടിയുടെ വലയാ, നീളം 10 അടി. അതുകൊണ്ട് വലിയ രീതിയിലുള്ള മീനൊക്കെ പിടിക്കാൻ പറ്റത്തില്ല. എന്നാലും അത്യാവശ്യം മീനൊക്കെ കിട്ടും എന്ന് വിചാരിക്കും. അത് കെട്ടാ. ഓ ലിജി ഋത്തുവിനെ കാണാൻ അങ്ങോട്ട് വരാൻ റെഡി ആവുമായിരുന്നു. ആ ആരുടേത്? ഋതു കൊച്ചാണോ? ആയോ? താഴെ ഋതു കൊച്ചാണോ? ഋത്തുമാണോ? ഋത്തുമാണോ? ഡേ ചേട്ടനോ? ഉത്തമ്മ 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 ഉണർവ് കിട്ടുമല്ലോ. ഞാൻ അങ്ങനെ ഇന്നലെ കുളിപ്പിച്ച് ഇച്ചിരി വെള്ളം ചെറുതായിട്ട് നാളെ ഇച്ചിരി കറി ഉണ്ടാക്കണം. അവിടെ ചെന്നിട്ടേ ദിവാങ്കോട്ടിനകത്ത് മൊബൈല് കിടക്കുന്നു. എന്നിട്ട് ഇങ്ങനെ കൂടെ ചെന്ന് പിന്നെ അവള് ഏക്കത്തില്ല. നമുക്കൊരു വലിയ മൊബൈല് മേടിക്കാം. ഇതൊക്കെ വരുന്നോടാ. ഇപ്പഴേ ഉറങ്ങണ്ട. ഇപ്പൊ അങ്ങോട്ട് ഉറങ്ങിയതല്ലേ ഉള്ളോ. പോത്തെന്ന് കഴിക്കട്ടെ.
ഫോട്ടോ എടുക്കട്ടെ മാമൻ, ഒരു ഫോട്ടോ എടുക്കട്ടെ. ആടി. മാമ ടാറ്റ, മാമ ടാറ്റ, മാമ ടാറ്റ, മാമന് ടാറ്റ, മാമിക്ക് ടാറ്റ, മാമന് ടാറ്റ, മാമിക്ക് എഞ്ചിന് നോച്ചത് ചിരിച്ചതാ ആരത് തുത്തുമ്മ ആരടി അത് അയ്യോ ഒരു കൊച്ച് തുത്തുമ്മ കൊച്ച് വെളിയിലിരിക്കുന്ന അലമാര എടുത്തോണ്ടൊക്കെ കാണിക്കും കേട്ടോ. പിടിക്കാൻ ചെല്ലും. പിടിക്കാൻ ചെല്ലുന്നവള് മോളേജ് വീഡിയോ കൂടി എഴുതുന്നേ. 1-2 വട്ടം ചിരിച്ചു. ഇല്ലില്ല, പിന്നെ ആ മൊബൈലിനകത്താണ് പിടിക്കുക. തുമ്മ വാ മുത്തുമ്മ വായോ, മുത്തുമ്മ വായോ. തുമ്മ പെണ്ണെ വായോടി ഇങ്ങോട്ട് വിട്ടു പിടിക്കുന്നേട്ടോ. തുത്തുരുമ്മ തുത്തുരു പെണ്ണെ തുത്തുരു കൊച്ചേ തുത്തുരു പെണ്ണെ തുത്തുമ്മ എല്ലാം ഇപ്പൊ കരഞ്ഞാളെ ലിജിയുടെ ഇരുന്ന കരയും കേട്ടോ. ലിജി മുറുക്ക വട്ടം ഇട്ട് പിടിക്കോളെ, അവൾക്ക് അനങ്ങാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്പൊ ഇരിക്കുന്ന കേട്ടോ, ലിജിയുടെ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും കേട്ടോ. ലിജാൻ്റെക്ക് ഒരു ആഗ്രഹത്തിനെ അവൾ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. അല്ലെ ഇപ്പൊ കരച്ചിൽ ചെയ്യേണ്ട സമയം കഴിഞ്ഞ്. കുറച്ചേരം ഇരുന്ന് കൊടുത്തേക്കാം ലിജാൻ്റെക്ക് എന്നാ പറഞ്ഞേ കേട്ടോ. കുറച്ചേരം ലിജാൻ്റെക്ക് ഇരുന്ന് കൊടുത്തേക്കാം. അതോ കരയാൻ പോകുന്നു മേടിച്ചോ. അങ്ങനെ നമ്മുടെ ലിജി കൊച്ചിനെ കിഴക്കയിലായിട്ട് ലുത്തുക്കൊച്ചിനെ കാണാനായിട്ട് ആക്കിയിട്ട് നമ്മുടെ ലിജിയുടെ പാരൽ ബാർ നമുക്കൊന്ന് പണിയാന്ന് കരുതി കേട്ടോ. പിന്നെ കൊച്ചു വന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം കൊച്ചുമായിട്ട് കളിച്ചിരുന്നു, അതുകൊണ്ട് അത് നടന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഞാനും അമ്മയും കൂടെ മീൻ പിടിക്കാൻ പോകുന്നൊരു പ്ലാൻ ഇട്ട് കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ വേലി ഇറക്ക സമയമാണ്, നല്ല വേലി ഇറക്കമുള്ള സമയം കേട്ടോ. ഈ ഡിസംബർ മാസം എന്നൊക്കെ പറഞ്ഞാൽ കുളത്തിലൊന്നും അധികം വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മീനുകളെയൊക്കെ പിടിക്കാൻ സുഖമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മീൻ പിടിക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് ഒരു വലിയ ഞണ്ട് കിട്ടി കേട്ടോ. വലിയ ഞണ്ടെന്ന് വെച്ചാൽ ഏകദേശം അതിൻ്റെ വെയിറ്റ് വെച്ചാൽ ഏകദേശം 1,200 കേട്ടോ. 1 കിലോയും 200 ഗ്രാമും ഉണ്ടായിരുന്നു. 200 ഗ്രാമല്ല, 170 ഗ്രാമാണ് കറക്റ്റ് കേട്ടോ. അത്രയുള്ളൊരു വലിയ ഞണ്ട് കിട്ടി. അപ്പം ഇത് എക്സ്പോർട്ടിങ് ക്വാളിറ്റി ഉള്ള ഞണ്ടാണ് കേട്ടോ. കിലോയ്ക്ക് ഏകദേശം ഒരു 3000 രൂപയ്ക്ക് അടുത്ത് വിലയുള്ള ഞണ്ടാണ്. അപ്പം അടുത്ത ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. ഹോസ്പിറ്റലിൽ പോകാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം മീനൊക്കെ പിടിച്ച് വിൽക്കാന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹമായി. അപ്പോൾ അച്ഛൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അച്ഛൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അച്ഛൻ ഇങ്ങനത്തെ വലിയ ഒരുപാട് സമയം ഇങ്ങനെ ഞണ്ടൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പം എനിക്കും ഭയങ്കര രാശിയാണ് കേട്ടോ ഞണ്ട് കിട്ടാൻ. എനിക്ക് ഇതുകൊണ്ടൊക്കെ ഒരുപാട് ഞണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാമുണ്ട് കേട്ടോ. ലിജീനെ രാമിനെടുത്ത് ഏൽപ്പിച്ചിട്ടാണ് അപ്പോൾ ഞാനും അമ്മയുടെ മീൻ പിടിക്കാൻ പോയി. അച്ഛനുണ്ടായിരുന്നു, എന്നാലും അച്ഛന് മരുന്നൊക്കെ കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നേ. അപ്പോൾ ഉറങ്ങിപ്പോകുന്ന കഴിഞ്ഞിട്ട് രാമിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ഇതാണ് കേട്ടോ വലിയ ഞണ്ട്. അപ്പം ഇതിൻ്റെ വിശദമായ പിടിക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ അമ്മയുടെ ചാനലിൽ വീഡിയോ വരുന്നുണ്ട്. അതിൻ്റെ ഒരു വലിപ്പം തന്നെ ഉണ്ട്. എൻ്റെ കൈയിനെ വെച്ച് നോക്കുമ്പോൾ ആ ഞണ്ടിൻ്റെ വലിപ്പം കണ്ടോ, ഭയങ്കരമായൊരു ഭീകരനായ ഞണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിശദമായൊരു വീഡിയോ നമ്മുടെ എന്താ പറയുക അമ്മയുടെ യൂട്യൂബ് ചാനലിൽ വരും. നമ്മുടെ വീഡിയോയുടെ പുറകെ ഒരു 3-4 മണിക്കൂറിന് ശേഷം ആ വീഡിയോ വരും കേട്ടോ. അപ്പം വീഡിയോ ഇത് കാണാൻ താല്പര്യമുള്ളവർ അമ്മയുടെ ചാനലിൽ ഒന്ന് വീഡിയോ പോയി കാണണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വിശേഷമായിട്ട് വരാം. എല്ലാവർക്കും ബൈ.